അടിസ്ഥാനത്തിൽ ഇപ്പോൾ താൽക്കാലികമായി ഈ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഈ ബുധനാഴ്ച വൈകുന്നേരം വരെയുള്ള സമരം അവസാനിപ്പിക്കാനാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ബാക്കി പൂർണ്ണമായും മാത്രമല്ല ഇനിയും ഇത് അടുത്ത മാസങ്ങൾ ആവർത്തിക്കാനും പാടില്ല എന്നുള്ള ഞങ്ങൾ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, മേപ്പാടി ഭാഗത്തു നിന്ന് ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തെ ദുരന്തബാധിതർ ബാങ്ക് ഇടപാടുകൾക്ക് വേണ്ടി കൽപ്പറ്റയിലേക്ക് വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ബാധ്യത കൂടെ വരുത്തി വെക്കുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ബ്രാഞ്ച് മേപ്പാടിയിൽ തന്നെ ആരംഭിക്കണം എന്നുള്ളതും ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. യുവജന സംഘടനകൾ രാവിലെ മുതൽ ആരംഭിച്ച സമരമാണ്. ഈ സമരം ക്ഷണിച്ചു വരുത്തിയതാണ്. അത് ഇനിയൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് പോലും ഇല്ലാത്ത വിധം ഇതിൻ്റെ പഴുതുകൾ അടക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ രേഖകൾ ബാങ്ക് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബുധനാഴ്ച വൈകുന്നേരം 5 മണി വരെ സമയം കൊടുത്തിട്ടുള്ളത് കൃത്യമായി എത്ര ആളുകളിൽ നിന്ന് ഈ ലോൺ ഇനത്തിൽ, അതായത് ഇപ്പോൾ ഇസ്മായിൽ കോട് സൂചിപ്പിച്ചതുപോലെ സാധാരണ ലോണുകൾ, ഗോൾഡ് ലോണുകൾ, കുടുംബശ്രീ അടക്കമുള്ള ലോണുകൾ മുഴുവനായിട്ടുള്ള ആ ബാങ്കിൽ നിന്ന് നൽകിയിട്ടുള്ള മുഴുവൻ ലോണുകളും പരിശോധിച്ച് അതിൽ നിന്ന് ഈടാക്കിയിട്ടുള്ള തുക മുഴുവനായി തിരിച്ചു നൽകുമെന്നുള്ളതാണ് ബാങ്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ആ ഉറപ്പിനെ വിശ്വസിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും ഈ ചർച്ച ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. മൊറട്ടോറിയം ഇതിന് പരിഹാരമല്ല. അത് ഭാവിയിലെ അവരെ സംബന്ധിച്ചിടത്തോളം പലിശയും പിഴപ്പലിശയൊക്കെ വീണ്ടും അടക്കേണ്ട അവസ്ഥ വരും. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ യൂത്ത് ലീഗിനും യൂത്ത് കോൺഗ്രസിൻ്റെയും ഡിവൈഎഫ്ഐൻ്റെ അതിന് ബഹുമാന്യരായ നേതാക്കളാണ് പറയേണ്ടത്. യൂത്ത് ലീഗിനും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം സർക്കാർ തന്നെ ഇവരുടെ കടങ്ങൾ എഴുതിത്താനുള്ള എല്ലാ നടപടിക്രമങ്ങളും ആരംഭിക്കണം. ഇവരുടെ സിബിൽ സ്കോറിന് ഭാവിയിൽ ദോഷം വരുന്ന രീതിയിൽ ഉള്ള കടം എഴുതി തള്ളലല്ല, പകരം അത് സർക്കാർ തന്നെ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ വായ്പ റദ്ദ് ചെയ്യണം. അല്ല, ഇവരല്ല, ഞങ്ങളെ തുടർന്നുള്ള കാര്യം എന്ന് പറയുന്നത് തുടർന്നുള്ള വായ്പയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തുടർ നടപടി ഉണ്ടാവില്ല. ബാക്കി കാര്യങ്ങൾ അവർ പരിശോധിച്ചാണ് പറയുന്നത്. അതായത് ഇപ്പോൾ അവരുടെ EMI പിടിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാവില്ല. ഏത് വായ്പയുമായി ബന്ധപ്പെട്ട്, കുടുംബശ്രീ വായ്പയാവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വായ്പയാവട്ടെ, അതുമായി ബന്ധപ്പെട്ട് അവർ ലോൺ പിടിക്കാൻ ആവശ്യമായ പ്രവർത്തനം അവരുടെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിന്നിട്ടുള്ള ഉറപ്പ്. അവർ പറഞ്ഞിട്ട് വളരെ വ്യക്തമായി പുറസാങ്കമായി എത്തിച്ചിട്ടുണ്ട്. അല്ല, പോലെ ബാങ്ക് മാനേജർ അദ്ദേഹം ബാങ്കിനുണ്ടായ വീഴ്ച, ആ വീഴ്ച ബാങ്കിന് സംഭവിച്ച വീഴ്ച ഞാൻ ചൂരൽമലയിൽ പ്രകൃതിക്ഷോഭം മൂലം സംഭവിച്ച നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് ദുരന്തബാധിത പ്രദേശങ്ങളിലുള്ളവരുടെ 7 തരത്തിലുള്ള ലോണുകളിലേക്ക് പിടിച്ച സംഖ്യയും ബുധനാഴ്ച 28-24 ബാങ്ക് തിരിച്ചു കൊടുക്കുന്നതാണ്. കൂടാതെ ഇടപാടുകാർക്ക് ഇതുമൂലം വന്ന ബുദ്ധിമുട്ടുകളിൽ ബാങ്ക് ഖേദം പ്രകടിപ്പിക്കുന്നു. ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് തുടർ മാസങ്ങളിൽ ലോണിലേക്ക് തുക ഒന്നും ഈടാക്കുന്നതാണ്. അതിനെ ഹെഡ് ഓഫീസിൽ നിന്ന് എന്താണെന്നുള്ളത് അതിനെപ്പറ്റി ഹെഡ് ഓഫീസിലേക്ക് റിപ്പോർട്ട് കൊടുക്കും.